18ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മുഗൾ സാമ്രാജ്യം തകർന്നതോടുകൂടി ഇന്ത്യയിലുടനീളം ഹിന്ദുക്കളുടെ സമരോത്സുകമായ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായി. അത് ഹിന്ദു മുസ്ലിം കലാപത്തിൻ്റെ അലകൾ ഉയർത്തി. പരസ്പരം പോരാടുന്ന ഈ ഉപഭൂഖണ്ഡത്തിൽ കീഴടക്കലിൻ്റെതായ സാന്നിധ്യം കൊണ്ട് ബ്രിട്ടൻ സ്വന്തം മേൽക്കോയ്മ അടിച്ചേൽപ്പിച്ചിരുന്നുവെങ്കിലും ഇരു സമുദായക്കാർക്കും അന്യോന്യമുണ്ടായിരുന്ന അവിശ്വാസവും സംശയവും നിലനിന്നു. മുസ്ലിം ജനവിഭാഗത്തിൽ വലിയൊരു ഭാഗം തങ്ങളുടെ യാതനയിൽ നിന്നുള്ള മോചനം തേടി ഹിന്ദുമതം വിട്ട് ഓടിപ്പോയ തീണ്ടൽ ജാതിക്കാരുടെ അനന്തരാവകാശികളാണെന്ന കാര്യം ഹിന്ദുക്കൾ മറന്നില്ല. സവർണ ഹിന്ദുക്കൾ ഒരു മുസ്ലിമിൻ്റെ സാന്നിധ്യത്തിൽ ഭക്ഷണം തൊടുക പോലുമില്ല. ഒരു ഹിന്ദുവിൻ്റെ അടുക്കള ഒരു മുസ്ലിം പ്രവേശിച്ചാൽ അവിടം അശുദ്ധമാകും. ഒരു മുസ്ലിമിൻ്റെ കരസ്പർശം മാത്രം മതി ഒരു ബ്രാഹ്മണന് കരഞ്ഞുകൊണ്ടോട് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന സ്നാനക്രിയകളിലൂടെ സ്വയം ശുദ്ധീകരിക്കാൻ. ഇന്ത്യയുടെ വടക്കൻ തട്ടിലുള്ള ബീഹാർ, ഐക്യ സംസ്ഥാനങ്ങൾ, പഞ്ചാബ് എന്നിവിടങ്ങളിലെ ആയിരക്കണക്കിന് ഗ്രാമങ്ങളുടെ ജീവിതത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പങ്കാളിയായിരുന്നതുപോലെ